നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രപതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് അസാധാരണ നീക്കം. ഗവർണറെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി. ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കേന്ദ്ര സർക്കാരിന് തുടർച്ചയായി രാഷ്ട്രപതിക്കെതിരെയും വ്യവഹാരത്തിന്റെ വഴിയിലാണ് കേരളം. ഭരണഘടനയുടെ 14, 200, 201 അനുച്ഛേദങ്ങളുടെ ലംഘനം സംസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നു എന്നാണ് പരാതി. റിട്ട് ഹർജിയാണ് കേരളത്തിന്റേത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് ഹർജി സമർപ്പിച്ചത്. ബില്ലുകൾക്ക് കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയമാണെന്ന് ഹർജി വിമർശിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ പ്രവർത്തനം. സംസ്ഥാന നിയമസഭയുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് രാഷ്ട്രപതിയുടെ മുന്നിലെ ബില്ലുകളിലുള്ളത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും കേരളം ഹർജിയിൽ ഉന്നയിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ കേരളത്തിന്റെ ആവശ്യം. രാജ്യത്തെ മുതിർന്ന ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷമാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കേജ്രിവാളിന് പിന്നാലെ CBI-യും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്കുമുറുക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ CBI-യും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങി. അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. അടുത്ത ബുധനാഴ്ച ഹർജി പരിഗണിക്കും. കേസിൽ BRS നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി 3 ദിവസത്തേക്ക് നീട്ടി. ED കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ കോടതിയെ സമീപിച്ച് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് CBI നീക്കം. ശക്തമായ തെളിവുകൾ കയ്യിലുണ്ടെന്നാണ് CBI-യുടെ വാദം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യഹർജി ഈ തിങ്കളാഴ്ചയാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. ജാമ്യം അനുവദിക്കരുതെന്ന് വാദിക്കാൻ CBI അവകാശപ്പെട്ടത് ഉടൻ ഒരു ഹൈ പ്രൊഫൈൽ അറസ്റ്റ് കൂടി ഈ കേസിൽ ഉണ്ടാകുമെന്നായിരുന്നു. കേസിലെ ആസൂത്രകൻ അറസ്റ്റിലാകുന്നതോടെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും CBI കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കെജ്രിവാളിനെ കേസിൽ പ്രതി ചേർക്കാനുള്ള നടപടികൾ CBI വേഗത്തിലാക്കി. മദ്യനയ കേസിൽ BRS നേതാവ് കെ കവിതയെ മാർച്ച് 26 വരെ കസ്റ്റഡിയിൽ വിട്ടു. കെജ്രിവാളിനെയും കവിതയെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സൗത്ത് ഗ്രൂപ്പുമായി ചേർന്ന് കവിത കെജ്രിവാളുമായി കരാർ ഉറപ്പിച്ചുവെന്നാണ് ED-യുടെ വാദം. ED മുന്നോട്ട് വെച്ച വാദത്തിൽ തെളിവുകൾ കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം. 24, ഡൽഹി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BJP-ക്കെതിരെ ആം ആദ്മി പാർട്ടി. മദ്യലോബിയിൽ നിന്ന് ഇലക്ടറൽ ബോണ്ടായി കൈക്കൂലി വാങ്ങിയത് BJP ആണെന്ന് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. അറസ്റ്റിനെതിരായ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ മാപ്പുസാക്ഷി ശരത് ചന്ദ്ര റെഡ്ഡി 34 കോടി രൂപ ഇലക്ടറൽ ബോണ്ടായി BJP-ക്ക് നൽകിയെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. പണം വാങ്ങിയ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി അതിഷി ആവശ്യപ്പെട്ടു. ये है मनी ट्रेल शरद चंद्र रेड्डी की कंपनियों द्वारा दिया गया इलेक्टोरल बॉन्ड्स में भारतीय जनता पार्टी के बैंक अकाउंट में पैसा. शरद चंद्र रेड्डी औरोबिंदो फार्मा का मालिक, शराब का कारोबारी, उसने 4.5 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए. ഇലക്ടറൽ ബോണ്ടിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഇതുന്നയിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ഷഹീദി പാർക്കിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചു. നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് ഭഗവത് മാൻ. ഷഹീദി പാർക്കിന് പുറത്ത് റോഡ് പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജയിലിലിരുന്ന് ഭരിക്കാനും ജനാധിപത്യത്തെ ജയിലിൽ തളയ്ക്കാനും केजरीवाल अनुवदिक्किല്ലെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ठाकुर പറഞ്ഞു. नेता वो जिस पर विश्वास हो वो मोदी है, ऐसे नहीं जिन्होंने शुरुआत ही झूठ से की थी और आज भ्रष्टाचार के चलते जेल में है. अराजकता पूरी दिल्ली में फैलाई इन्होंने. आज वो कुछ भी बयान कर ले, सच्चाई से बच नहीं सकते. പാർട്ടി ആസ്ഥാനം പോലീസ് സീൽ ചെയ്തിരിക്കുകയാണെന്നും നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്നും കാണിച്ച് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. 24, ഡൽഹി.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്കയറിയിച്ച ജർമ്മനിക്ക് മറുപടിയുമായി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ അനാവശ്യമായി ഇടപെടുന്നുവെന്നാണ് വിമർശനം. ജർമ്മനിയുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം എതിർപ്പറിയിച്ചു. കെജ്രിവാളിന് നീതിപൂർണമായ വിചാരണ ഉറപ്പാക്കണമെന്ന ജർമ്മൻ വിദേശകാര്യ വക്താവിന്റെ പരാമർശമാണ് വിവാദമായത്. ഇലക്ടോറൽ ബോണ്ടിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രത്യേക സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ബിജെപിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുൻനിർത്തി ഭീഷണിപ്പെടുത്തിയാണ് ബോണ്ടുകൾ വാങ്ങിയതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. चंदादाताओं को सम्मान और अन्नदाताओं का अपमान, यही मोदी सरकार की नीति रही है. ये घोटाला, इस पर जांच होनी चाहिए, सुप्रीम कोर्ट मॉनिटर्ड इंक्वायरी होनी चाहिए और सभी पार्टियां इस इंक्वायरी, इस जांच से अपना सहयोग देगी. हमारी पार्टी भी पूरी सहयोग देगी. കോട്ടയത്ത് പൊൻകുന്നത്ത് ചിറക്കടവിൽ ഗൃഹനാഥൻ ഇടിമിന്നലേറ്റ് മരിച്ചു. ചിറക്കടവ് കോടങ്കയം സ്വദേശി അശോകനാണ് മരിച്ചത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, വിശദാംശങ്ങൾ. അനുജ, വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ മഴ കിഴക്കൻ മേഖലയിൽ ഉണ്ടായി. പ്രത്യേകിച്ചും പൊൻകുന്നം ചെറുക്കടവ് ഭാഗത്തൊക്കെ ഇടിയോടുകൂടിയ മഴയാണ് പെയ്തത്. ഇതിനിടയിലാണ് 6 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. വീടിനുള്ളിൽ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം, അശോകൻ. അപ്പോൾ ഇടിമിന്നലേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വേനൽ മഴ പെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇടിയോടുകൂടിയ മഴ പെയ്തതായിട്ടുള്ള റിപ്പോർട്ടുമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. അനുജ, പൊൻകുന്നത്ത് ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. തിരുവനന്തപുരം വെള്ളറടയിൽ 14-കാരിയെ കാണാനില്ലെന്ന് പരാതി. ഇന്ന് രാവിലെ മുതലാണ് പെൺകുട്ടിയെ കാണാതായത്. രക്ഷിതാക്കളുടെ പരാതിയിൽ വെള്ളറട പോലീസ് അന്വേഷണം തുടങ്ങി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, സ്കൂളിൽ പോകുന്ന കുട്ടിയായിരിക്കുമല്ലോ, അപ്പോൾ രക്ഷിതാക്കൾ പറയുന്നത് എന്താണ്? പോലീസ് അന്വേഷണം എങ്ങനെ നടക്കുന്നു? അനുജ, 14 വയസ്സുകാരിയാണ്. ഇന്ന് സ്കൂൾ അവധി ദിവസമായിരുന്നു. തിരുവനന്തപുരം വെള്ളറട അമ്പൂരിയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ കാണാതെ പോകുന്നത്. 14 വയസ്സുകാരി പുലർച്ചെ മുതൽ തന്നെ കാണാനില്ലായിരുന്നു. വീട്ടുകാർ കരുതിയിരുന്നത് അടുത്തുള്ള ബന്ധുവീട്ടുകളിൽ പോയിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെ ആദ്യം ബന്ധുവീടുകളിൽ ഉണ്ടാകുമെന്ന് കരുതി. അതിനുശേഷം ഈ ബന്ധുവീടുകളിലൊക്കെ അന്വേഷിച്ച് പിന്നീട് ഇല്ല എന്ന് അറിഞ്ഞതോടുകൂടിയാണ് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്ന് വീട്ടുകാർ തന്നെ തിരിച്ചറിയുന്നത്. അതിനുശേഷം ഈ ദൂര സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിൽ ഉൾപ്പെടെ അന്വേഷിച്ചു. പിന്നീട് വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ അന്വേഷിച്ചു. അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നത്. കുട്ടി ഏതെങ്കിലും ബന്ധുവീട്ടിലോ അതല്ലെങ്കിൽ കൂട്ടുകാരികളുടെ വീട്ടിലോ പോയി എന്നുള്ളൊരു സംശയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് വെള്ളറട പോലീസിൽ പരാതി നൽകിയത് രക്ഷിതാക്കൾ. അതിനുശേഷം ഇപ്പോൾ വെള്ളറട പോലീസ് ഈ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 14 വയസ്സുകാരി ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഈ കുട്ടിയുടെ പേര് പുറത്തു വിടേണ്ട എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കേരള അതിർത്തി എന്നീ മേഖലകളിൽ വ്യാപകമായി പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടോ, അതല്ല കുട്ടി സ്വമേധയാ എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ പറയുന്നതിന് പ്രകാരം അത്തരത്തിൽ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യം വളരെ ഗൗരവമായി പരിശോധിക്കുകയും കുട്ടിയുടെ സുഹൃത്തുക്കളുടേതുൾപ്പെടെയുള്ള മൊഴിയും ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെള്ളറട പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുജ, വെള്ളറടയിലാണ് 14-കാരിയെ കാണാനില്ല എന്നൊരു പരാതി ലഭിച്ചത്. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പൗരത്വ ഭേദഗതിയും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയാക്കി മുന്നണികൾ. ബിജെപി ബന്ധത്തിന്റെ പേരിൽ സിപിഐഎമ്മും കോൺഗ്രസും തമ്മിൽ വാദപ്രതിവാദം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2ാം പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണെന്ന് സിപിഐഎം നേതാവ് AK ബാലൻ പറഞ്ഞു. സംസ്ഥാനത്ത് സിപിഐഎമ്മും ബിജെപിയും തമ്മിലാണ് മത്സരമെന്ന EP ജയരാജന്റെ പ്രസ്താവനയിൽ വിടാതെ പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. EP ജയരാജൻ പറഞ്ഞത് ഒത്തുതീർപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിലെന്ന് KC വേണുഗോപാൽ. LDFും BJPയും തമ്മിലാണെന്ന് പറഞ്ഞാൽ അതൊരു
ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്കല്ലേ? ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്ക് ചെയ്യേണ്ട ആളാണോ മിസ്റ്റർ ജയരാജൻ? അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും കണ്ടില്ല. CAA അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ വക്താക്കൾ തങ്ങളാണെന്ന വാദമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. BJPയുടെ മെഗാഫോണായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിഹസിച്ചു. LDF ബദൽ ശക്തിയായതിനാലാണ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതെന്ന് AK ബാലനും പ്രതികരിച്ചു. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവിയും ചിഹ്നവും നഷ്ടമാകുമെന്ന് പ്രവർത്തകരെ AK ബാലൻ ഓർമ്മിപ്പിച്ചു. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP ഉണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ടാകും. അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഇന്നായിരിക്കും. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ LDFും UDFും ഒന്നിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDFിന്റെയും LDFിന്റെയും വിനാശകരമായ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അഴിമതി കേസുകളിൽ പോലും നിർലജ്ജം കൈകോർക്കുകയാണ് കേരളത്തിലെ LDFും UDFും. KRISിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ തട്ടിപ്പ് നടത്തുകയാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൗരത്വ നിയമ ഭേദഗതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി. പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല പൗരത്വ നിയമ ഭേദഗതിയെന്ന് CPIM കാസർഗോട്ട് സംഘടിപ്പിച്ച ബഹുജന റാലിയിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മതനിരപേക്ഷ രാഷ്ട്രത്തെ RSS മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഒരു ഭാഗത്ത് RSSന്റെ അജണ്ട നടപ്പാക്കുന്നു. RSSന്റെ അജണ്ട എന്താണെന്ന് മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കെല്ലാം നല്ലതുപോലെ വ്യക്തതയുള്ളതാണ്. മതനിരപേക്ഷത എന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാട് നേരത്തെ മുതൽ സ്വീകരിച്ച RSS അത് മറച്ചു വച്ചിട്ടില്ല. ഇത് നമ്മുടെ രാജ്യം അംഗീകരിച്ച ഭരണഘടനയുടെ ലംഘനമാണ്. ഭരണഘടനാ മൂല്യങ്ങളുണ്ട്. അത് ഭരണഘടന അനുശാസിക്കുന്ന ആ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച LDF. കേന്ദ്ര സഹമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ടം തുടർച്ചയായി ലംഘിക്കുന്നുവെന്നാണ് പരാതി. രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ച സ്വീകാര്യതയിൽ LDFന് അസ്വസ്ഥതയാണെന്ന് BJP തിരിച്ചടിച്ചു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് LDFിന്റെ ആരോപണം. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് LDF തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ M വിജയകുമാർ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലല്ല, യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല. സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല. സ്ഥാനാർത്ഥി അല്ലാത്തവർക്കും മിനിസ്റ്റർ എന്ന് പറയാം. അദ്ദേഹത്തിന് മിനിസ്റ്റർ എന്ന് പറയാനേ പറ്റില്ല, പറഞ്ഞുകൂടാ. അദ്ദേഹം മിനിസ്റ്റർ അല്ല. അദ്ദേഹം ഒരു സാധാരണ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശത്തെ എതിർക്കുമെന്നും LDF വ്യക്തമാക്കി. അനാവശ്യ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞ് സമയം കളയാനില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയമായും ആശയപരമായും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ എതിർക്കാൻ കഴിയാത്തതിനാലാണ് LDF ഗിമ്മിക്കുകളിലേക്ക് കടക്കുന്നതെന്ന് BJP. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ സ്ലോഗൻസ്, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറയുന്ന കാര്യങ്ങൾ എതിർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലേക്ക് LDF മാറുന്നത്. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചു പോയ LDF പ്രവർത്തകരാണുള്ളത്. അവർക്ക് അരിവാളിൽ തന്നെയാണ് ഇത്തവണ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട LDFിൻ്റെ നേതാക്കന്മാർ, അവരുടെ കൺവീനർമാരും ചെയർമാൻമാരും ഒക്കെ ശ്രമിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവാദങ്ങളിൽ നിന്നൊഴിഞ്ഞ് മണ്ഡലം ബൂത്ത് തല കൺവെൻഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി ശശി തരൂർ. 24 തിരുവനന്തപുരം. ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ സ്പീക്കർ അയോഗ്യരാക്കിയ 6 കോൺഗ്രസ് വിമതരും രാജിവെച്ച 3 സ്വതന്ത്രരും BJPയിൽ ചേർന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. സുഖ്വിന്ദർ സിംഗ് സുഖു സർക്കാരിനെ താഴെയിറക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഹിമാചലിൽ BJP നടത്തുന്നത്. സ്പീക്കറുടെ അയോഗ്യതാ നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും തിരിച്ചടി നേരിട്ടതോടെയാണ് കോൺഗ്രസ് വിമതർ BJP ക്യാമ്പിൽ ചേക്കേറിയത്.
കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്ന 3 സ്വതന്ത്ര MLA-മാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇവരും BJP-യിൽ ചേർന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 6 സീറ്റുകൾ കോൺഗ്രസ് നിലനിർത്തിയില്ലെങ്കിൽ സുഖു സർക്കാർ താഴെ വീഴും. 68 അംഗങ്ങളുള്ള ഹിമാചൽ നിയമസഭയിൽ 6 പേർ അയോഗ്യരാവുകയും 3 പേർ രാജിവെക്കുകയും ചെയ്തതോടെ നിലവിലെ അംഗബലം 59 ആണ്. കോൺഗ്രസിന്റെ അംഗസംഖ്യ 40-ൽ നിന്ന് 34-ആയി കുറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷിതമായി കോൺഗ്രസിന് ഭരണം നിലനിർത്താൻ കഴിയൂ. രാജിവെച്ച സ്വതന്ത്ര MLA-മാരുടെ മണ്ഡലങ്ങളിലും ജൂൺ 1-ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കും. 24 ഡൽഹി. കോഴിക്കോട് NIT-യിൽ രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ്. ക്യാമ്പസിലെ അച്ചടക്കവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, നേരത്തെ ക്യാമ്പസ് ഒരാഴ്ചത്തേക്ക് അടയ്ക്കാനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉള്ളതിൽ മാനേജ്മെന്റിന്റെ വിശദീകരണം എന്താണ്? അനുജ, കോഴിക്കോട് NIT ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. അതായത് ക്യാമ്പസിന്റെ സുരക്ഷയും അച്ചടക്കവും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഹോസ്റ്റലിന്റെ സമയക്രമം ഇത്തരത്തിൽ ക്രമീകരിച്ചത്. അതായത് 12 മണിക്ക് ശേഷം ഹോസ്റ്റലിൽ പ്രവേശനമില്ല, അതോടൊപ്പം തന്നെ ക്യാന്റീൻ സമയം 11 മണിയായി ചുരുക്കി എന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ഇത് ക്യാമ്പസിന്റെ സുരക്ഷയും അച്ചടക്കവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം. അല്ലാതെ പുറത്ത് പ്രചരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രചാരണങ്ങളാണ് എന്ന വാദമാണ് NIT മാനേജ്മെന്റ് ഈ ഘട്ടത്തിൽ വിശദീകരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ക്യാമ്പസിന്റെ കവാടങ്ങൾ ഉപരോധിച്ചുകൊണ്ട് ജീവനക്കാരെയും അധ്യാപകരെയും ഉൾപ്പെടെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ചില അതിരുകടന്ന പ്രതിഷേധം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായെന്നും ജീവനക്കാരെയും അധ്യാപകരെയും കയ്യേറ്റം ചെയ്യുന്ന ചില ശ്രമങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മാനേജ്മെന്റ് പറയുന്നു. അത്തരത്തിൽ അതിക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും അറിയിക്കുന്നത്. നേരത്തെ ക്യാമ്പസ് അടച്ചിടേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ വിശദീകരണത്തിൽ വിദ്യാർത്ഥികൾ തൃപ്തരല്ല. കൃത്യമായി നിലവിലെ രാത്രികാല നിയന്ത്രണം പിൻവലിക്കാതെ പ്രതിഷേധവും അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലുമുള്ളത്. കോഴിക്കോട് NIT-യിൽ രാത്രികാല നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ക്യാമ്പസ് അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും, തീരുമാനം പിൻവലിക്കുന്നതുവരെ എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സംഗീത പരിപാടിക്കിടെ 133 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നിൽ യുക്രൈനെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ആരോപണം യുക്രൈൻ സൈന്യം തള്ളി. പരുക്കേറ്റ 100-ലധികം പേർ ചികിത്സയിൽ തുടരുകയാണ്. മോസ്കോയ്ക്ക് സമീപത്തുള്ള ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തതിന് പിന്നാലെയാണ് യുക്രൈനെതിരെ ആരോപണവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത്. അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പുടിൻ പറഞ്ഞു. നാളെ രാജ്യവ്യാപകമായി ദുഃഖാചരണത്തിനും പുടിൻ ആഹ്വാനം ചെയ്തു. റഷ്യൻ റോക്ക് ബാൻഡായ പിക്നിക്കിന്റെ ഷോ നടന്നുകൊണ്ടിരിക്കെ സൈനിക വേഷത്തിലെത്തിയ 5-അംഗ സംഘം യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ബോംബും ഗ്രനേഡും എറിഞ്ഞു. പിന്നാലെ ക്രോക്കസ് സിറ്റി ഹാളിന് തീപിടിച്ചു. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് മണിക്കൂറുകളെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെടിവെപ്പിനെ തുടർന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് കൂടുതൽ പേരും മരിച്ചത്. അക്രമിയെന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോയും പുറത്തുവന്നു. ആക്രമണത്തിന് പിന്നാലെ റഷ്യയിലെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഈ ആഴ്ച നടക്കാനിരുന്ന പരിപാടികൾ റദ്ദാക്കി. ആക്രമണത്തെ UN രക്ഷാസമിതിയും ലോകരാജ്യങ്ങളും അപലപിച്ചു. റഷ്യയ്ക്കൊപ്പമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA-യുടെ കൈവശമുള്ള അധിക ഭൂമി വീണ്ടും അളക്കും. അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിലാണ് ഭൂമി അളക്കുക. നേരത്തെ അളന്നതിൽ പിശകുണ്ടെന്ന് ഉടമകൾ പരാതിപ്പെട്ടിരുന്നു. ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ റിസോർട്ടിരിക്കുന്ന ഭാഗത്ത് 50 സെന്റ് പുറമ്പോക്ക് ഭൂമി മാത്യു കുഴൽനാടൻ അധികമായി കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് വീണ്ടും ടിപ്പർ അപകടം. കാട്ടാക്കടയിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരുക്കേറ്റു. വിതുര സ്വദേശി അഖിലിനാണ് പരുക്കേറ്റത്. ഒരാഴ്ചക്കിടെ തലസ്ഥാനത്തുണ്ടാകുന്ന 3ാമത്തെ ടിപ്പർ അപകടമാണ് ഇത്. ഉച്ചയ്ക്ക് 2:40 കാട്ടാക്കട നക്രാഞ്ചിറയിൽ അപകടം.
ഇരുവാഹനങ്ങളും കാട്ടാക്കടയിൽ നിന്ന് പൂവച്ചിലേക്ക് പോവുകയായിരുന്നു. ബൈക്കിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. 20 മീറ്ററോളം ബൈക്കിനെ വലിച്ചിഴച്ച ശേഷമാണ് ടിപ്പർ നിന്നത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ടിപ്പർ ഡ്രൈവറും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മറ്റൊരു സ്ഥലത്ത് മണ്ണെടുക്കാനായി പോവുകയായിരുന്നു ടിപ്പർ. അമിത വേഗമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അപകടമുണ്ടാക്കിയ ടിപ്പർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് വിഴിഞ്ഞത്തെ ടിപ്പറിൽ നിന്ന് പാറക്കല്ല് തെറിച്ച് BDS വിദ്യാർത്ഥി അനന്തു മരിച്ചത്. പനവിളയിലും ടിപ്പർ അപകടത്തിൽ അധ്യാപകന് ജീവൻ നഷ്ടമായിരുന്നു. വിഴിഞ്ഞം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയതിനിടയിലാണ് മറ്റൊരു അപകടം കൂടി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് അമിത ഭാരം കയറ്റിയ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തലയിൽ വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. അദാനി പോർട്ട് അധികൃതർ അനന്തുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി സഹായ വാഗ്ദാനം അറിയിച്ചു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ടിപ്പറുകൾക്കും വാഹനങ്ങൾക്കും മാർഗനിർദ്ദേശം പുറത്തിറക്കി. അദാനി ഗ്രൂപ്പ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നടപ്പിലാക്കി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അമിത ഭാരം വഹിച്ചു പോകുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാൻ വാട്സാപ്പ് നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട്. നിറത്തിന്റെ അധിക്ഷേപം നേരിട്ട RLV രാമകൃഷ്ണന് പിന്തുണയുമായി സ്ഥാനാർത്ഥികൾ. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പിന്തുണയറിയിച്ച് ചാലക്കുടിയുടെ വീട്ടിൽ നേരിട്ടെത്തി. വിവാദങ്ങൾക്കിടെ LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ RLV രാമകൃഷ്ണൻ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശം. രാവിലെ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് ആദ്യം രാമകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. ഇടതു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന RLV രാമകൃഷ്ണൻ പ്രൊഫസർ C രവീന്ദ്രനാഥിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. പിന്നാലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. BJP പരിപാടികളിൽ സത്യഭാമ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥിയും സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തി. ഡോക്ടർ RLV രാമകൃഷ്ണനെ പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നല്ല സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് കലാഭവനിയുടെ സഹോദരനാണ് അദ്ദേഹം. ഇപ്പോൾ കലാരംഗത്ത് എന്ന് മാത്രമല്ല ഏതൊരു രംഗത്തായാലും മനുഷ്യനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ കേരളത്തിൻ്റെ മണ്ണിൽ അത് അനുവദിക്കാൻ സാധിക്കുന്നതല്ല, ഉണ്ടാകാനും പാടില്ലാത്തതാണ്. ഇതിനിടെ LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലും RLV രാമകൃഷ്ണൻ പങ്കെടുത്തു. മന്ത്രി K രാജൻ നയിക്കുന്ന ഒല്ലൂർ വികസന സന്ദേശജാഥയുടെ ഉദ്ഘാടന വേദിയിലാണ് എത്തിയത്. കലാമണ്ഡലത്തിൽ അരങ്ങേറ്റം നടത്താൻ അവസരമൊരുക്കിയ സർക്കാരിനും SFIക്കും നന്ദിയുണ്ടെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വികസന ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ എന്നെ ആദരിക്കപ്പെടുമ്പോൾ ഞാൻ അറിഞ്ഞ സന്തോഷം. കാലങ്ങളായി ഞാൻ കാത്തിരുന്ന കേരള കലാമണ്ഡലത്തിന്റെ കൂത്തമ്പലത്തിൽ ചിലങ്ക കെട്ടാൻ ഒരു അവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ SFI വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു വേദി ഒരുക്കിയത് എന്നുള്ളതും വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. തിങ്കളാഴ്ചയാണ് കലാമണ്ഡലത്തിൽ രാമകൃഷ്ണന് വേദി ഒരുങ്ങുക. 24 കൊച്ചി. നാളത്തെ നോമ്പുതുറ സമയം. അൽ മുഖാദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഖ്താദിർ ജ്വല്ലേഴ്സ്. വാർത്താമഴ അവസാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.